ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. 3ാം ക്ലാസ്സിലെ കൂട്ടുകാരുടെ മലയാളമാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. മലയാളത്തിലെ 6ാമത്തെ യൂണിറ്റ് മാനത്തോളം എന്നുള്ളത് നമുക്ക് 2 പാഠങ്ങളാണ് പഠിക്കാനുള്ളത്. 1ാമത്തെ പാഠം എല്ലാവർക്കും അമ്മയാം ഭൂമിയിലെ 2 ഭാഗങ്ങൾ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്ത കൂട്ടുകാർ നിങ്ങൾ തീർച്ചയായും കാണുക. നമ്മൾ എടുക്കാൻ പോകുന്നത് നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ, കാഴ്ചയ്ക്കപ്പുറം എന്നുള്ള നമ്മുടെ സെക്കൻഡ് ചാപ്റ്ററിലെ കുപ്പിപ്പഴം വിഴുങ്ങണ കാണണോ എന്ന പാഠമാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്താലോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്ന മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്ന് എടുക്കാൻ പോകുന്ന പാഠത്തിന്റെ പേരെന്താണ്? കുപ്പിപ്പഴം വിഴുങ്ങണ കാണണോ. അപ്പോൾ ഇതാണ് നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ, കാഴ്ചയ്ക്കപ്പുറം. ടീച്ചർ ഒരു മാജിക് കാണിച്ചു തന്നില്ലേ? അതിലൊരു ചെറിയ സൂത്രം മാത്രമേ ഉള്ളൂ. അതെന്താണെന്ന് കണ്ടെത്തിയില്ലേ? ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത്. ശാസ്ത്രം എന്ന് വെച്ചാൽ എന്താ? സയൻസ് അല്ലേ? അപ്പൊ ശാസ്ത്രത്തിന്റെ സഹായത്തോടെയാണ് പലരും പല അത്ഭുതങ്ങളും കാണിക്കുന്നത്. ചിലപ്പോൾ ചിലർ അത്ഭുതങ്ങൾ കാട്ടി നമ്മെ പറ്റിക്കും. നാം ശാസ്ത്രം പഠിക്കുന്ന കുട്ടികളാണ് അല്ലേ? നമ്മൾ ശാസ്ത്രം പഠിക്കുന്നുണ്ടല്ലേ? നമ്മൾ പരിസര പഠനം നമ്മൾ പഠിക്കുന്നുണ്ട്, അതായത് EVS ഒക്കെ നമ്മൾ പഠിക്കുന്നതല്ലേ? ആർക്കും നമ്മെ കബളിപ്പിക്കാൻ സാധിക്കരുത്. അത്ഭുത കാഴ്ചകൾക്ക് പിന്നിലെ രഹസ്യം കാട്ടിത്തരികയാണ് പാപ്പുട്ടി മാഷ്. മാഷ് എഴുതിയ ഒരു മാജിക് കഥ വായിക്കും. അപ്പൊ നമുക്കിവിടെ പഠിക്കാനുള്ള ഫസ്റ്റത്തെ പാഠം ഒരു കഥയാണ്. നമ്മൾ എന്താണ് മാജിക് എന്ന് പറഞ്ഞ് നമ്മൾ കാണുന്ന പലതും എന്താണ്? ശരിക്കും പറഞ്ഞാൽ അത് ശാസ്ത്രമാണ് അല്ലെ? സയൻസ് ആണ്. അതെന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് മാജിക് അല്ലാതെ നമുക്ക് മനസ്സിലാവും. അപ്പൊ അത്തരം മാജിക്കിനെ കുറിച്ചൊരു കഥയാണ് ഇവിടെ പറയുന്നത്. നമ്മുടെ കഥയുടെ പേരെന്താ? കുപ്പി പഴം വിഴുങ്ങണ കാണണോ. ആദ്യം നമുക്കിത് വായിച്ചു നോക്കാം. ശ്രീദേവി വന്നപാടെ കയ്യിലിരുന്ന കുപ്പി മാഷുടെ മേശപ്പുറത്ത് വെച്ചു. അല്പം വലിയ വായുള്ള മുഴുത്ത കുപ്പി. മാഷ് ചോദിച്ചു, ചിരുതക്കുട്ടി എന്താ ഇന്നൊരു കുപ്പിയുമായി? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ? അപ്പൊ എന്താണ് മാഷ് ചോദിക്കുന്നത്? ശ്രീദേവിയെ വീട്ടിൽ വിളിക്കുന്ന പേരാണ് എന്ത്? ചിരുതക്കുട്ടി എന്ന് കേട്ടോ. അപ്പൊ മാഷ് എന്താ ചോദിക്കുന്നത്? എന്താണ് കുപ്പിയൊക്കെ കൊണ്ട് എന്താ വന്നിരിക്കുന്നത്? നാളെ വീട്ടിൽ കള്ളപ്പം ഉണ്ടാക്കുന്നുണ്ടോ ചോദിക്കുകയാണ്. അപ്പൊ എന്താണ് നമ്മുടെ ശ്രീദേവി പറയണത്? ഇത് കള്ളു വാങ്ങുന്ന കുപ്പിയൊന്നും അല്ല മാഷേ, ഇതൊരു അത്ഭുത കുപ്പിയാ. പഴം വിഴുങ്ങണ കുപ്പി. പഴം വിഴുങ്ങുന്ന കുപ്പിയോ? കൊള്ളാലോ, അതൊന്ന് കാണണമല്ലോ. അതിന് പഴം എവിടെ? പഴം ഞാനിപ്പോ കൊണ്ടത്തരാം. ഉണ്ണി അടുക്കളയിലേക്ക് ഓടി. അപ്പൊ ശ്രീദേവി എന്ന് പറയുന്ന കുട്ടിയുടെ അനിയനാണ് ഉണ്ണി. ഇവരുടെ അച്ഛനാണ് മാഷ് കേട്ടോ. അപ്പൊ ഉണ്ണി എന്ത് ചെയ്തു? ഞാൻ ഇപ്പൊ പഴം കൊണ്ടുവരാൻ വേണ്ടി അടുക്കളയിലേക്ക് ഓടുകയാണ്. ഒരു റോബസ്റ്റ പഴവുമായി അവൻ തിരിച്ചു വന്നു. പഴത്തിന്റെ തൊലി അല്പം നീക്കി അവൻ അത് കുപ്പിയുടെ വായിൽ കാണിച്ചു. ഇത് തിന്നണില്ലല്ലോ. എല്ലാരും കൊടുത്താ തിന്നൂല പൊട്ട, ഉടമസ്ഥൻ തന്നെ കൊടുക്കണം. അവൾ പഴം വാങ്ങി തൊലി ഉരിഞ്ഞ ഭാഗം കുപ്പിയുടെ വായിൽ കടത്തി വെച്ചിട്ട് പറഞ്ഞു, കുപ്പി തിന്നോളൂ, ഒന്നും സംഭവിക്കുന്നില്ലെന്ന് കണ്ടപ്പോൾ ഉണ്ണി കളിയാക്കാൻ തുടങ്ങി. കണ്ടോ, ചിത്രത്തിൽ കാണുന്ന പോലെ കുപ്പിയിൽ എന്ത് ചെയ്യാണ്? പഴം വെച്ചിട്ട് പഴം തിന്നാൻ കുപ്പിയോട് നമ്മുടെ ശ്രീദേവി പറയുകയാണ്, ചിരുതക്കുട്ടി പറയുകയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും അത്ഭുതത്തോടെ നോക്കുകയാണ്. ഉണ്ണിയും മാഷൊക്കെ നോക്കുന്നുണ്ട് എങ്ങനെയാണ് കുപ്പി പഴം എങ്ങനെ തിന്നുക, എങ്ങനെ കഴിക്കുക നോക്കുകയാണ്. അവൻ പറഞ്ഞു, ഈ ചേച്ചിക്ക് ഒന്നും അറിയില്ല അല്ലേ അച്ഛാ? കുപ്പി പഴം തിന്നുവോ? പഴം തിന്നും. ഇപ്പൊ വിശപ്പില്ലാഞ്ഞിട്ടാ, ശ്രീദേവി ഉറപ്പിച്ചു പറഞ്ഞു. നോണ, പച്ച നോണ, ഉണ്ണി കൂവിയാർത്തു. ശ്രീദേവി ഒരു അധ്യാപികയുടെ ഗൗരവത്തിൽ പറഞ്ഞു, എന്നാ നീ പോയി ഒരു തീപ്പെട്ടി എടുത്തോണ്ട് വാ. അതെന്തിനാ? കുപ്പിക്ക് വിശപ്പുണ്ടാക്കാൻ. വിശ്വാസം വന്നില്ലെങ്കിലും അവൻ ഓടിപ്പോയി തീപ്പെട്ടി എടുത്തുകൊണ്ടുവന്നു. ശ്രീദേവി കുപ്പിയുടെ വായിൽ നിന്ന് പഴം എടുത്തു മാറ്റി. എന്നിട്ട് തീപ്പെട്ടി ഉരച്ച് ഒരു കഷ്ണം കടലാസ് കത്തിച്ച് കുപ്പിക്കുള്ളിലിട്ടു. അത് കത്തിത്തീരും മുമ്പേ പഴം ആദ്യത്തെ പോലെ കുപ്പിയുടെ വായിൽ തിരുകി. പിന്നെ മാന്ത്രികയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിച്ചു. എന്താ അംഗവിക്ഷേപങ്ങൾ പറഞ്ഞാൽ? നമ്മൾ മാജിക് ഒക്കെ കാണുമ്പോൾ കണ്ടിട്ടുണ്ടാവും, കൈകൊണ്ട് ഓരോ ആക്ഷൻസ് കാണിക്കും അല്ലെ? അതിനാണ് അംഗവിക്ഷേപങ്ങൾ എന്ന് പറയുക. കുപ്പി പഴം വിഴുങ്ങിക്കോളൂ, 1 2 3. അത്ഭുതം എന്ന് പറയട്ടെ, പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങി പോയി. തൊലി മാത്രം കുപ്പിയുടെ വായ മൂടിക്കൊണ്ട് പുറത്തും. ഉണ്ണി വായ പൊളിച്ച് അതും കണ്ടു നിന്നു. മാഷിക്ക് നല്ല രസം തോന്നി. മാഷ് പറഞ്ഞു, കൊള്ളാം, ആരാ നിനക്ക് വിദ്യ കാണിച്ചു തന്നേ? ഞങ്ങളുടെ സയൻസ് മാഷ്. ഇത് കാണിച്ചു തന്നിട്ട് ഞങ്ങളോട് ചോദിച്ചു, പഴം എന്തുകൊണ്ടാ കുപ്പിയിലേക്ക് ഇറങ്ങിപ്പോയതെന്ന്. എന്നിട്ട് നീ എന്തു പറഞ്ഞു? ഞാൻ മാത്രമല്ല, ആരും ഉത്തരം പറഞ്ഞില്ല. നാളേക്ക് ആലോചിച്ചു വരാൻ പറഞ്ഞു മാഷ്. ശരിയായ ഉത്തരം പറയുന്നവർക്ക് സമ്മാനമുണ്ട്. ഓ, ഇപ്പൊ മനസ്സിലായി. കുപ്പിയിൽ എടുത്തു വന്നതിന്റെ രഹസ്യം എന്നെ കുപ്പിയിലാക്കാനാ.
എന്തായാലും ഞാൻ പറഞ്ഞു തരില്ല. നീ പറഞ്ഞ അത് ശരിയാണോ എന്ന് പരിശോധിക്കാൻ ഞാനും കൂടാം. എന്താണ് ഇവിടെ ശ്രീദേവിന്റെ അടുത്ത് മാഷ് പറയാണ് അല്ലെ, എന്നെ കുപ്പിയിലാക്കാനാ എന്നുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? ശ്രീദേവി എന്തിനാണ് ഈ കുപ്പിയും കൊണ്ട് വന്നിരിക്കുന്നത്? അതിന്റെ പിന്നിലെ രഹസ്യം കണ്ടെത്തിയിട്ട് പോണെന്ന് സ്കൂളിൽ മാഷ് പറഞ്ഞിട്ടുണ്ട് അല്ലെ, സ്കൂളിൽ സാറ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് ചോദിച്ച് മനസ്സിലാക്കാനാണ് വന്നതല്ലേ എന്നാണ് ഇവിടെ ശ്രീദേവിന്റെ അച്ഛൻ പറയണത്. അപ്പൊ അത് അറിയാൻ വേണ്ടിയിട്ടാണല്ലേ നീ വന്നിരിക്കുന്നത്, അതാണ് ഇവിടെ എന്നെ കുപ്പിയിലാക്കാനാ എന്ന് ചോദിക്കുന്നത്. ആയിക്കോട്ടെ, അത് മതി, എന്നാ പറയട്ടെ. ഓ പറഞ്ഞോളൂ. അപ്പൊ ശ്രീദേവിക്ക് എന്താ കാര്യം അറിയാം, അപ്പൊ അവൾ എന്ത് ചെയ്യണം? ഇതല്ലേ അതിന്റെ രഹസ്യം, അതിന് പിന്നിലെ ശാസ്ത്രം ഇതല്ലേ എന്ന് അവൾ ചോദിക്കുകയാണ്. കടലാസ് കത്തിച്ചിട്ടപ്പം കുപ്പിക്കുള്ളിലെ വായു ചൂട് പിടിച്ചു വികസിച്ചു. കുറെ പുറത്തേക്കും പോയി. തണുക്കും മുമ്പേ പഴം കൊണ്ട് വായടച്ചു. പിന്നെ തണുത്തപ്പം ഉള്ളിലെ മർദ്ദം കുറഞ്ഞു. പുറത്തു നിന്നുള്ള അധിക മർദ്ദം പഴത്തെ ഉള്ളിലേക്ക് തള്ളി. ശരിയല്ലേ? ഇവിടെ അപ്പം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എന്നതാണ്. ആരാ നിനക്ക് വെച്ചെന്താ? അതൊക്കെ നമ്മളെ ഉച്ചരിക്കുന്ന അതേ രീതിയിലാണ് എഴുതിയിരിക്കുന്നത്. നിനക്ക് എന്ന് പറഞ്ഞാൽ നിനക്ക് ബുദ്ധിയില്ലെന്ന് പറഞ്ഞ് നാളെ നിന്റെ സയൻസ് മാഷ്ക്ക് ഈ വിശദീകരണം കൊടുത്ത് സമ്മാനം വാങ്ങിയിട്ട് വേറൊരു പരീക്ഷണം കൂടി കാണിച്ചു കൊടുക്കണം കേട്ടോ. മാഷ് കടലാസ് മുറിക്കുന്ന കത്തി കുപ്പിക്കുള്ളിൽ കടത്തി പഴം കഷ്ണങ്ങളാക്കി പുറത്തെടുത്ത ശേഷം ഒരു കടലാസ് കഷ്ണം കൂടി അതിൽ കത്തിച്ചിട്ടു. അത് മുഴുവൻ കത്തിത്തീരും മുമ്പേ കൈവെള്ള കൊണ്ട് കുപ്പി അമർത്തി അടച്ചു. അല്പം കഴിഞ്ഞു കൈ പൊക്കിയപ്പം കുപ്പിയും കൂടെ പൊങ്ങി. അത് കയ്യിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. ഉണ്ണി ചാടി കുപ്പിയിൽ പിടിച്ചു വലിച്ചു നോക്കി. പോരുന്നില്ല. നല്ല ശക്തിയോടെ വലിച്ചപ്പോൾ ടപ്പ് എന്ന ശബ്ദത്തോടെ കുപ്പി വേറിട്ടു പോന്നു. മാഷ് പറഞ്ഞു, കണ്ടോ അന്തരീക്ഷം എത്ര ശക്തിയോടെയാണ് കൈയിനെ അമർത്തി വച്ചിരിക്കുന്നത്. വിടിവിച്ചപ്പം വായു കുപ്പിക്കുള്ളിലേക്ക് തള്ളിക്കയറിയ ശബ്ദം കേട്ടില്ലേ? ഞാൻ ഇത് നാളെ ക്ലാസ്സിൽ കാണിക്കും. ശ്രീദേവി ഒന്ന് ഷൈൻ ചെയ്യാൻ കിട്ടിയ അവസരത്തിൽ സന്തുഷ്ടയായി. ഇതിനകം ഉണ്ണി പരീക്ഷണം നടത്തി കൈ പൊള്ളിച്ചു കഴിഞ്ഞിരുന്നു. കടലാസ് കത്തിയിന് മുമ്പ് കൈ കൊണ്ട് പൊത്തി പിടിച്ചതാണ് കാരണം. പക്ഷെ അതൊന്നും കാര്യമാക്കാതെ അവരതാ അടുത്ത കടലാസ് കഷ്ണത്തിന് തീ കൊടുത്തു കഴിഞ്ഞു. ഇത് എഴുതിയിരിക്കുന്നത് പ്രൊഫസർ കെ പാപ്പുട്ടിയാണ്. ചിരിതക്കുട്ടിയും മാഷും എന്നുള്ള അതിനടുത്ത് ഒരു ചെറിയൊരു പോർഷൻ നമുക്ക് ഇവിടെ പഠിക്കാനുള്ള ചെറിയൊരു ഭാഗം. ഇനി പാഠത്തിലെ ചോദ്യോത്തരങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ ചെയ്തു നോക്കൂ. ഉണ്ണിയെ പോലെ കൈ പൊള്ളിക്കരുതേ. പരീക്ഷണം ചെയ്തപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം എഴുതൂ. അപ്പൊ ശ്രീദേവിയും മാഷും ചെയ്ത പരീക്ഷണങ്ങൾ നിങ്ങളോട് ചെയ്തു നോക്കാനാണ് പറയുന്നത്. അപ്പൊ ഉണ്ണിയെ പോലെ എന്ത് ചെയ്യാൻ പാടില്ല? കൈ പൊള്ളിക്കരുത് കേട്ടോ. കൈ പൊള്ളിക്കാതെ വേണം ചെയ്തു നോക്കാൻ. എന്നിട്ട് എന്താണ് നിങ്ങൾക്ക് അതിൽ നിന്ന് മനസ്സിലായതെന്നാണ് ഇവിടെ എഴുതേണ്ടത്. ഞാൻ വീട്ടിലെത്തിയതും, അപ്പൊ നിങ്ങൾക്കുണ്ടായ അനുഭവമാണ് ഇവിടെ എഴുതുന്നത്. അപ്പൊ ഒരു കുട്ടി എഴുതിയ അനുഭവമാണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. ഞാൻ വീട്ടിലെത്തിയതും അമ്മയോട് സ്കൂളിൽ നടന്ന പരീക്ഷണത്തെ കുറിച്ച് പറഞ്ഞു. പരീക്ഷണം ചെയ്തു നോക്കാനുള്ള സാധനങ്ങൾ വേണം എന്ന് പറഞ്ഞു. അമ്മ എനിക്ക് ഒരു കുപ്പിയും വാഴപ്പഴവും തന്നു. ലൈറ്ററും പേപ്പറും ഞാൻ അടുക്കളയിൽ പോയി എടുത്തു. മാജിക് കാണാനായി ഞാൻ അച്ഛനെയും വീടിനടുത്തുള്ള എൻ്റെ കൂട്ടുകാരെയും വിളിച്ചു. എല്ലാവരും എത്തിയപ്പോൾ ഞാൻ മാജിക് കാണിക്കുന്നത് പോലെ കുപ്പി മേശപ്പുറത്ത് വെച്ചു. കുപ്പിക്കുള്ളിൽ ഒരു പേപ്പർ കത്തിച്ചിട്ടു. പേപ്പർ കത്തിത്തീരാറായപ്പോൾ പഴത്തിന്റെ തൊലി അല്പം നീക്കി കുപ്പിയുടെ വായിൽ വെച്ചു കൊടുത്തു. കുപ്പി പഴം തിന്നോളൂ എന്ന് പറഞ്ഞു. ഒരു മാജിക്കാരിയെ പോലെ ഞാനിത് പറഞ്ഞുകൊണ്ടേയിരുന്നു. പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇത് കണ്ട എല്ലാവരും ചുറ്റും നിന്ന് കൈയടിച്ചു. അത് കണ്ടപ്പോൾ എനിക്കും വളരെ സന്തോഷമായി. അടുത്ത ചോദ്യം, മാഷിനെയും ശ്രീദേവിയും അമ്പരിപ്പിച്ചുകൊണ്ട് ഉണ്ണി കാണിച്ച ഒരു മായാജാലത്തിന്റെ ചിത്രം കണ്ടല്ലോ, അത് നിങ്ങൾ ചെയ്തു നോക്കൂ. ചെയ്തപ്പോഴുണ്ടായ അനുഭവം എഴുതൂ. എന്ന ലാസ്റ്റ് പേജിൽ നമ്മൾ ഉണ്ണി കാണിച്ചൊരു മായാജാലത്തിന്റെ ചിത്രം കണ്ടു അല്ലെ. അപ്പൊ അത് ചെയ്തു നോക്കാനാണ് പറയണത്. ഉണ്ണി ചെയ്ത മാജിക് ഞാൻ വീട്ടിൽ പോയി അടുത്തുള്ള കൂട്ടുകാരെയും വിളിച്ച് ചെയ്തു നോക്കി. ഒരു ചില്ലു ഗ്ലാസ്സിൽ നിറയെ വെള്ളം എടുത്ത് കട്ടിയുള്ള ഒരു പേപ്പർ കഷ്ണം കൊണ്ട് ഗ്ലാസിന്റെ വായ മൂടി. അമർത്തി പിടിച്ചുകൊണ്ട് ഗ്ലാസ് മെല്ലെ കമിഴ്ത്തി. എന്നിട്ട് ഞാൻ പതുക്കെ കൈമാറ്റി. അത്ഭുതം, വെള്ളം താഴെ പോകുന്നില്ല. എന്റെ മാജിക് വിജയിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. ചുറ്റും നിന്ന കൂട്ടുകാർ എല്ലാം കൈയടിച്ചു. എല്ലാവരും എന്നെ അഭിനന്ദിച്ചു. ഇത്തരത്തിൽ ചില മായാജാലങ്ങൾ കണ്ടെത്തി നിങ്ങൾക്കും ക്ലാസ്സിൽ അവതരിപ്പിക്കാമല്ലോ. ശാസ്ത്ര മായാജാലങ്ങൾ കണ്ടെത്താൻ സഹായകമായ പുസ്തകങ്ങൾ ലൈബ്രറിയിൽ നിന്ന് എടുത്ത് വായിക്കൂ. അവ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. അപ്പൊ ക്ലാസ്സിൽ ഇതുപോലെ എന്താണ് ശാസ്ത്ര മായാജാലങ്ങൾ അവതരിപ്പിക്കാനാണ് പറയുന്നത്. ക്ലാസ്സിൽ എന്ത് ചെയ്യുക? പ്രസന്റ് ചെയ്യുക. അടുത്ത ചോദ്യം, ക്ലാസ്സിൽ നടക്കുന്ന മായാജാല പ്രദർശനത്തിന്റെ അറിയിപ്പ് തയ്യാറാക്കി ക്ലാസ് ഓർ സ്കൂൾ ഗ്രൂപ്പിൽ പങ്കുവെക്കും. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ എന്താ ചെയ്യുന്നത്? മായാജാല പ്രദർശനം നടക്കുകയാണ് അല്ലെ. അപ്പൊ അതിനൊരു അറിയിപ്പ് തയ്യാറാക്കാനാണ് പറയുന്നത്. മായാജാല പ്രദർശനം. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇപ്പൊ ഇവിടെ സ്കൂളിന്റെ പേര് എഴുതിയിരിക്കുകയാണ്, ഗവൺമെന്റ് LP സ്കൂൾ. അപ്പൊ നമ്മൾ സ്കൂളിന്റെ പേര് എഴുതി.
LP സ്കൂൾ, ഗവൺമെന്റ് LP സ്കൂൾ നെന്മാറയിലെ കൊച്ചു കൂട്ടുകാർ അവതരിപ്പിക്കുന്ന മായാജലം 2025 ഫെബ്രുവരി 15 കാലത്ത് 10 മണിക്ക് സ്കൂൾ മൈതാനത്തെ സ്റ്റേജിൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. വൈവിധ്യമാർന്ന മാജിക്കുകളാണ് നമ്മുടെ കൊച്ചു കൂട്ടുകാർ നിങ്ങൾക്ക് മുന്നിൽ 2 കായുണ്ട് നിങ്ങൾക്ക് മുന്നിൽ എത്തിക്കാൻ പോകുന്നത്. പ്രസ്തുത പരിപാടി കാണാൻ കൊച്ചു കൂട്ടുകാരെ പ്രോത്സാഹിപ്പിക്കാനും എല്ലാവരെയും സ്കൂൾ അങ്കണത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശാസ്ത്ര പരീക്ഷണങ്ങൾ വളരെ രസകരമാണ്. ഇതുപോലെ രസകരമായ നിരവധി കൗതുക കാഴ്ചകൾ നമുക്ക് ചുറ്റുമുണ്ട്. ഇത്തരം കൗതുകങ്ങൾ ടീച്ചർ നിങ്ങൾക്ക് വായിക്കാൻ തരും. അവ വായിച്ച് കണ്ടെത്തിയ കാര്യങ്ങൾ കൂട്ടുകാരുമായി പങ്കുവെക്കൂ. പഴം വിഴുങ്ങുമ്പോൾ ശ്രീദേവി കാണിച്ച അംഗവിക്ഷേപം കൈകൊണ്ട് പഴം വായിലേക്ക് ഇട്ടു വിഴുങ്ങുന്നതായിട്ടാവാം. അടുത്ത ചോദ്യത്തിന്റെ ഉത്തരവാണത്. അടുത്ത ചോദ്യം എന്താണ്? ശ്രീദേവി മാതൃകയെ പോലെ ചില അംഗവിക്ഷേപങ്ങൾ കാട്ടിക്കൊണ്ട് ആജ്ഞാപിക്കുന്നുണ്ട് അല്ലെ. കുപ്പി പഴം വിഴുങ്ങിക്കോളൂ 1 2 3. എന്താണ് ഈ അംഗവിക്ഷേപം? കൈ കൊണ്ട് കാണിക്കുന്ന ആക്ഷൻസ് അല്ലെ. കൈയും കാലും തലയും എല്ലാം ഒരു പ്രത്യേക രീതിയിൽ ചലിപ്പിക്കുന്നത് എന്താണ് അംഗവിക്ഷേപം എന്ന് പറയുന്നത്. കുപ്പിയുടെ പഴം വിഴുങ്ങാൻ പറയുമ്പോൾ ശ്രീദേവി കാട്ടിയ അംഗവിക്ഷേപം എന്തായിരിക്കും? പഴം വിഴുങ്ങുമ്പോൾ ശ്രീദേവി കാണിച്ച അംഗവിക്ഷേപം കൈകൊണ്ട് പഴം വായിലേക്ക് ഇട്ട് വിഴുങ്ങുന്നതായിട്ടാവാം. ഇതുപോലെ മറ്റേതെങ്കിലും സന്ദർഭത്തിൽ കാണിക്കുന്ന അംഗവിക്ഷേപങ്ങൾ ക്ലാസ്സിൽ അവതരിപ്പിക്കൂ. ഒരാളെ അടുത്തേക്ക് വിളിക്കാനും അകലേക്ക് പോവാനും പറയാൻ അംഗവിക്ഷേപം കാണിക്കാം. ചിരിക്കാൻ പറഞ്ഞുകൊണ്ട് കാണിക്കാൻ സാധിക്കും. കരയുന്നതും അംഗവിക്ഷേപം കൊണ്ട് കാണിക്കാൻ സാധിക്കും. കൈ കൊട്ടാനൊക്കെ അംഗവിക്ഷേപം ഉപയോഗിച്ച് പറയാൻ സാധിക്കും. പുസ്തകം വായിക്കുന്നതായി അംഗവിക്ഷേപം കാണിക്കാൻ സാധിക്കും. പഴം പതുക്കെ കുപ്പിക്കുള്ളിലേക്ക് ഇറങ്ങിപ്പോയി. ഇവിടെ ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞാലും നമുക്ക് കാര്യം മനസ്സിലാവും. ഇറങ്ങിപ്പോയി എന്ന് പറയുന്നത് എന്തിനാവും? പ്രവൃത്തിയെ സൂചിപ്പിക്കുമ്പോൾ വാക്കുകൾ ആവർത്തിച്ച് പറയുന്ന മറ്റു സന്ദർഭങ്ങൾ പറയാമോ? ഇറങ്ങിപ്പോയി എന്ന് പറയാൻ കാരണം പഴം ഒറ്റയടിക്ക് അകത്തേക്ക് പോയിരുന്നില്ല. പതുക്കെയാണ് ഇറങ്ങിയത്. അതുകൊണ്ടാണ് ഇറങ്ങിപ്പോയി എന്ന് പറഞ്ഞിരിക്കുന്നത്. മറ്റുദാഹരണങ്ങൾ കയറിപ്പോയി, കരഞ്ഞുറങ്ങി, വേഗം നടന്നു, കാത്തിരുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എന്തെങ്കിലും കാര്യം സാധിക്കാനായി ഒരാളോട് ഇഷ്ടം കൂടുന്നതിനെ നാം സോപ്പിടുക എന്ന് പറയാറുണ്ട്. ഇതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല. ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട്. അത് കണ്ടെത്തൂ. ഇത്തരത്തിൽ ഒന്ന് പറഞ്ഞ് മറ്റൊരർത്ഥം സൂചിപ്പിക്കുന്ന കൂടുതൽ വാക്കുകൾ കണ്ടെത്തി എഴുതൂ. എന്തൊക്കെയാണ്? നമുക്ക് അതിന് അവിടെ സോപ്പിടുക എന്നതിന് പറയുന്നതിന് സോപ്പുമായി ഒരു ബന്ധവുമില്ല നമുക്കറിയാം അല്ലെ. ഇതുപോലെ ഒരു പ്രയോഗം പാഠഭാഗത്തുണ്ട്. നമ്മൾ ലെസൺ വായിക്കുന്ന സമയത്ത് പറഞ്ഞിരുന്നു. എന്താണ്? മാഷ് പറയുന്നുണ്ട് അല്ലെ, ശ്രീദേവിയോട് പറയണ്ടേ എന്നെ കുപ്പിയിലാക്കാനാലേ എന്ന് ചോദിക്കുന്നുണ്ട് അല്ലെ. അതാണ് ആ പ്രയോഗം. അപ്പൊ അതുപോലെ മറ്റു പ്രയോഗങ്ങൾ എന്തൊക്കെയാണ്? നക്ഷത്രം എണ്ണിക്കുക, എരുതിയിൽ എണ്ണയൊഴിക്കുക, ചെണ്ട കുട്ടിക്കുക, കണ്ണിൽ പൊടിയിടുക, ത്രിശങ്കു സ്വർഗം. ഇതൊക്കെ എന്താണ്? ഒരു വാക്കും മറ്റൊരു അർത്ഥവും വരുന്ന വാക്കുകളാണ്. 2 അർത്ഥം വരുന്ന വാക്കുകളാണ്. ആലത്തൂർ കാക്ക. അടുത്ത ചോദ്യം എന്താ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്നതിന് മുന്നിൽ മുഴുത്ത എന്ന് ചേർത്തപ്പോൾ എന്ത് വ്യത്യാസമാണ് ഉണ്ടായത്? വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്ന് പറയുമ്പോഴോ ഇതുപോലെ ഒരു വാക്കിനെ വിശേഷിപ്പിക്കുന്ന ഒന്നിലധികം വാക്കുകൾ ചേർത്ത് പറയാം. അതിന് കൂടുതൽ ഉദാഹരണങ്ങൾ കണ്ടെത്താമോ? വലിയ വായുള്ള മുഴുത്ത കുപ്പി എന്നതിന് 2 വിശേഷണങ്ങളുണ്ട്. കുപ്പിയുടെ വായുടെ വലിപ്പവും കുപ്പിയുടെ വലിപ്പവും ഇതിൽ പറയുന്നുണ്ട്. വായുള്ള മുഴുത്ത കുപ്പി എന്നതിൽ കുപ്പിയുടെ വലിപ്പത്തിന്റെ കാര്യം മാത്രമേ വിശേഷിപ്പിക്കുന്നുള്ളൂ. മറ്റുദാഹരണങ്ങൾ ചുവന്നു തുടുത്ത ആപ്പിൾ, തേനൂറും കിളിച്ചുണ്ടൻ മാമ്പഴം, കരഞ്ഞു കലങ്ങിയ കണ്ണ്, ഉണങ്ങിക്കരിഞ്ഞ ഇലകൾ, പച്ച വിരിച്ച നെൽപ്പാടം. നെക്സ്റ്റ്. ശാസ്ത്രത്തിന്റെ സഹായത്തോടെ നാം പല അത്ഭുതങ്ങളും പ്രവർത്തിക്കുന്നു. അത്തരമൊരു അത്ഭുതം കാണിച്ചു തരുന്ന ഈ കാർട്ടൂൺ നോക്കൂ. ഒരു കാർട്ടൂണാണ്. കാർട്ടൂണിൽ എന്താണ്? ഒരു കുട്ടിയും ചേച്ചിയും അനിയനും കൂടി നിന്നിട്ട് എന്ത് ചെയ്യാണ്? അതെ, അവരെന്താ ചെയ്യുന്നത്? കുറുക്കനെ നോക്കുകയാണ് അല്ലെ. അയ്യോ ചേച്ചി, ഇതത്ര അടുത്ത ഒരു കുറുക്കൻ, പേടിയാവുന്നു എന്ന് പറയുകയാണ് കുട്ടി അല്ലെ. കുട്ടി എന്ത് ചെയ്യുന്നത്? എന്തിലൂടെയാണ് നോക്കുന്നത്? ഈ കുട്ടി നോക്കുന്ന ഇതിനെ പറയുന്ന പേരാണ് ദൂരദർശിനി എന്ന് പറയുന്നത്. ഈ ഉപകരണം ദൂരദർശിനി എന്നാണ് നമ്മൾ മലയാളത്തിൽ പറയുക. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാണ്? നോക്കുമ്പോൾ കുറുക്കനെ കണ്ടു. അപ്പൊ ചേച്ചി എന്ത് ചെയ്തു? അത് വാങ്ങി തിരിച്ചു പിടിച്ചു കൊടുക്കുകയാണ് അല്ലെ. നീ ഇതൊന്ന് തല തിരിച്ചു പിടിച്ച് നോക്കൂ ഇപ്പോഴോ. അപ്പൊ എന്താണ്? ചെറുതായി കാണുകയാണ് അല്ലെ. ഈ കാർട്ടൂൺ എഴുതിയിരിക്കുന്നത് കെ സതീഷാണ്. മണിമുത്തുകൾ എടുത്തിട്ടുള്ള 2 പിക്ചറാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അകലെയുള്ളവയെ അടുത്ത് വലുതാക്കി കാണിച്ചു തരുന്ന ഉപകരണമാണല്ലോ ദൂരദർശിനി. അത് തിരിച്ചും മറിച്ചും പിടിച്ചു നോക്കി കാഴ്ചയിൽ വരുന്ന മാറ്റങ്ങൾ ആസ്വദിക്കൂ. അപ്പൊ ഇതുപോലെ എന്ത് ചെയ്യുക? ദൂരദർശിനി ഉപയോഗിക്കാനാണ് പറയുന്നത്. ദൂരദർശിനി എന്ന് വെച്ചാൽ അകലെയുള്ള വസ്തുക്കളെ നിരീക്ഷിക്കാൻ ഉപയോഗിക്കുന്നു. അകലെയുള്ളവയെ അടുത്തുള്ളതായി കാണാനും ഇത് ഉപയോഗിച്ചു കഴിയും.
അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. എല്ലാ കൂട്ടരും ക്ലാസ് ഇഷ്ടമായാലേ ക്ലാസ് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതേപോലെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്